Network News is brought to you in association with Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. രാപ്പകൽ ഭേദമില്ലാതെ പയ്യന്നൂർ നഗരത്തെ വിഴുങ്ങുന്ന ഗതാഗതക്കുരുക്ക് ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. വികസനമില്ലായ്മയേക്കാൾ ഉപരിയായി ഡ്രൈവർമാരുടെ അച്ചടക്കമില്ലായ്മയും നിയമലംഘനങ്ങളുമാണ് നഗരത്തെ നിശ്ചലമാക്കുന്നത്. വാഹനങ്ങൾ നിയമങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ ഇവിടത്തെ ഗതാഗതം നിശ്ചലമാവുകയാണ്. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് പയ്യന്നൂർ നഗരം. രാപ്പകൽ ഭേദമില്ലാതെ പല സമയങ്ങളിലും ഇവിടെ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നു. ഇതിൽപ്പെട്ട് യാത്രക്കാർ വലയുന്നുണ്ടെങ്കിൽ പോലും ഇതിനുള്ള കാരണക്കാർ ഇവിടെ വാഹനങ്ങളുമായി എത്തുന്നവർ തന്നെയാണ്. പയ്യന്നൂർ നഗരത്തിൽ എത്തുന്ന സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തതാണ് കുരുക്കിന്റെ പ്രധാന കാരണം. ഇതിനൊപ്പം തലങ്ങും വിലങ്ങും പായുന്ന ഓട്ടോറിക്ഷകളും യാത്രക്കാരെ കയറ്റാൻ മത്സരയോട്ടം നടത്തുന്ന സ്വകാര്യ ബസ്സുകളും ചേരുന്നതോടെ നഗരം നിശ്ചലമായി. നഗരത്തിലെ ഗതാഗത തടസ്സത്തിന് മറ്റൊരു പ്രധാന കാരണം പാതയോരങ്ങളിലെ സിനിമാശാലകളാണ്. ദേശീയ പാതയോരത്തെ ശാന്തി തിയേറ്ററിൽ ഷോ കഴിഞ്ഞിറങ്ങുന്ന വാഹനങ്ങൾ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ലോഡ് മുതൽ കോത്തായിമുക്ക് വരെ കിലോമീറ്ററുകളോളമാണ് വാഹനനിര നീണ്ടത്. നഗരമധ്യത്തിലെ രാജധാനി തിയേറ്ററിലെ തിരക്കും പയ്യന്നൂർ ടൗണിനെ പലപ്പോഴും സ്തംഭിപ്പിക്കുന്നു. പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ പയ്യന്നൂർ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഈ ബ്ലോക്ക് എന്ന് അവസാനിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർ. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉടനടി കാണേണ്ടതുണ്ട്. വിഷുവിപണി സജീവമായതോടെ നഗരത്തിലെ തിരക്ക് ഇരട്ടിയായിട്ടുണ്ട്. എന്നാൽ ഈ തിരക്കിനനുസരിച്ചുള്ള ട്രാഫിക് ക്രമീകരണങ്ങൾ എങ്ങുമില്ല. പല പ്രധാന പോയിന്റുകളിലും ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസുകാരില്ലാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. ഗതാഗത സൗകര്യങ്ങളുടെ കുറവല്ല, മറിച്ച് നിയമങ്ങൾ പാലിക്കാനുള്ള വൈമുഖ്യമാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ പയ്യന്നൂർ നഗരം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാകും. പയ്യന്നൂർ നഗരത്തെ നരകമാക്കുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഇതുപോലൊരു കുരുക്ക് സ്വപ്നങ്ങളിൽ മാത്രം. പെരുമ്പാ പാലത്തിനപ്പുറത്ത് 7 ലോഡ് വരെയും പെരുമ്പാ പാലത്തിന് ഇപ്പുറത്ത് കോത്തായിമുക്ക് വരെയും ഈ ഗതാഗത കുരുക്ക് നീണ്ടു കിടക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തര സമാധാന യോഗം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്നു. ADMന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് യോഗം നടന്നത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിനായി ADM ഇൻചാർജ് കണ്ണൂർ ബാലഗോപാലൻ കെയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പയ്യന്നൂർ ഡിവൈഎസ്പി R ഷൈജു, പയ്യന്നൂർ തഹസിൽദാർ G സുരേഷ് ബാബു, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമങ്ങളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അപലപിച്ചു. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പ്രസ്താവനകളോ അക്രമ സംഭവങ്ങളോ ഉണ്ടാകില്ലെന്ന് യോഗത്തിൽ ഉറപ്പു നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയിൽ റോഡ് പ്രവൃത്തിക്ക് ശേഷം സീബ്ര ലൈനുകൾ സ്ഥാപിച്ചില്ല. റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെട്ട് വയോധികർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ. പിലാത്തറ പാപ്പനശ്ശേരി KSTP റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ആക്ഷേപം. അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകം. 18 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പിലാത്തറ പാപ്പനശ്ശേരി KSTP റോഡ് ഉപരിതല മിനുക്ക് പ്രവർത്തികൾ നടന്നുവരുന്നത്. എന്നാൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. പിലാത്തറയിൽ നിന്നും ആരംഭിച്ച പ്രവൃത്തി പഴയങ്ങാടി വരെ പൂർത്തിയാക്കാൻ ഏകദേശം 1 മാസം സമയമെടുത്തു. ഇപ്പോൾ പ്രവൃത്തി നിലച്ച മട്ടാണ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്, എരിപുരം ഭാഗങ്ങളിൽ പ്രവൃത്തി പൂർത്തിയായെങ്കിലും ഇവിടങ്ങളിൽ ഇതുവരെയും സീബ്ര ലൈനുകളും മറ്റ് സിഗ്നൽ സംവിധാനങ്ങളും ഒരുക്കിയില്ല. അതുകൊണ്ട് തന്നെ റോഡ് മുറിച്ച് കടക്കാൻ ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണ്. നിരവധി പേരാണ് ദിവസേന ഇവിടെ അപകടത്തിൽപ്പെടുന്നത്.
താവും പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തിയായതോടെ ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. അമിത വേഗതയിൽ കുതിച്ചു പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുകയാണ്. ആവശ്യത്തിന് ട്രാഫിക് പോലീസോ മറ്റ് സംവിധാനങ്ങളോ പഴയങ്ങാടിയിൽ ഇല്ലെന്ന ആക്ഷേപവും ജനങ്ങൾക്കിടയിലുണ്ട്. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചാൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാൽ ഇതും സ്ഥാപിച്ചിട്ടില്ല. ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന സമീപനമാണ് അധികൃതരുടേതെന്ന് യാത്രക്കാർ പറയുന്നു. KCP റോഡ് പിലാത്തറ പാപ്പൻശ്ശേരി റോഡിൽ പണികൾ എടുക്കുന്നില്ല. പണി നിശ്ചയിച്ച് അവിടെ നിശ്ചലമായിട്ടാണ് ഉള്ളത്. അത് ഈ ചില ടൗണിൽ നമുക്ക് മുറിഞ്ഞ് കിടക്കാൻ പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും എല്ലാവർക്കും ബാധകം തന്നെ. മുറിഞ്ഞ് കിടക്കാൻ പറ്റില്ല. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാണ്ട് പോകുന്ന ഒരു സംഭവമാണ്. അത് ആർക്ക് വന്നാലും പക്ഷേ ഇതിന് ആരാ ഇത് ശരിയാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്നില്ല. അടിയന്തരമായും സീബ്ര ലൈൻ സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്നും പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് തീവെച്ചു. പേരൂൽ കിഴക്കേക്കര സൗത്തിലെ MK നാരായണന്റെ കാറാണ് കത്തിക്കാൻ ശ്രമിച്ചത്. പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് തീവെച്ചു. പേരൂൽ കിഴക്കേക്കര സൗത്തിലെ MK നാരായണന്റെ കാറാണ് കത്തിക്കാൻ ശ്രമിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 12:30ഓടെയാണ് സംഭവം നടന്നത്. കാറിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടയുടൻ വീട്ടുകാരും സമീപവാസികളും ചേർന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തിയതിനാൽ കാർ പൂർണ്ണമായി കത്തിയില്ല. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്ന് നാരായണൻ പറഞ്ഞു. ഞാൻ രാത്രി ഒരു 10:30 സാധാരണ കിടക്കൽ. 10:45 ഇന്നലെ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഒരു 12 കാലമ്പോഴത്തേക്ക് ഇടിയും മഴയും ഉണ്ടായി. അപ്പോൾ മിന്നും ഉണ്ടായിരുന്നു. ആ മിന്നുണ്ടാകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വാഷിംഗ് മെഷീൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കത്തിപ്പോകേണ്ട വിധത്തിൽ എണിച്ച് പുറത്ത് പോയി വരുമ്പോഴത്തേക്കും നമ്മളെ കറണ്ടിൻ്റെ ബ്രേക്കർ വീണിട്ടുണ്ടായി. കറണ്ടും ഉണ്ടായിട്ട് അത് ബ്രേക്കർ ഓണാക്കി കറണ്ട് വരുന്ന സമയത്ത് അപ്പം തന്നെ ഞാൻ വന്നിട്ട് വീണ്ടും കിടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അമ്മയുണ്ട് താഴെ നിന്ന് വിളിക്കുന്നത്. അമ്മയാണ് കാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ബെഡ്റൂമിലുണ്ടായിരുന്നു. അമ്മ വിളിച്ച് വേവലാതിയോടെ കരയുന്നുണ്ട്. അപ്പോൾ ചാടി വന്ന് നോക്കുമ്പോഴത്തേക്കും കാറിൻ്റെ മുൻപിലും പിമ്പിലും ആളി കത്തുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ തൊട്ടയൽപക്കത്തിലെ 2 വാടകയ്ക്ക് താമസിക്കുന്ന 2 ആളുണ്ട്. അവരും വന്നു. നമ്മൾ ചെടിച്ചട്ടിക്ക് വെള്ളയിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന്. അതുകൊണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ട് തീ കെടുത്താൻ വേണ്ടി പറ്റി. പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ലൈബ്രറി കൗൺസിൽ ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന വായനാ വെളിച്ചം പദ്ധതിയുടെ കൺവീനർമാർക്കുള്ള മേഖലാ തലത്തിലുള്ള പരിശീലനം തുടങ്ങി. കാടങ്കോട് ജയ്ഹിന്ദ് ഗ്രന്ഥാലയത്തിന്റെ ആതിഥേയത്വത്തിൽ കാടങ്കോട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹാളിൽ നടന്ന പരിശീലനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം PBK പനയാൽ ഉദ്ഘാടനം ചെയ്തു. വായനയ്ക്ക് സർഗാത്മക പുനരാവിഷ്കാരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. താലൂക്കിലെ 262 ഗ്രന്ഥശാലകളിലാണ് പരിപാടി നടക്കുക. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ വായനാക്കളരിയുടെ ഭാഗമായാണ് ഈ തനത് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത്തവണ വായനയോടൊപ്പം അഭിനയത്തിനാണ് മുൻഗണന നൽകുന്നത്. പ്രമുഖ നാടക പ്രവർത്തകൻ മനോജ് നാരായണന്റെ നേതൃത്വത്തിൽ കൺവീനർമാർക്ക് പരിശീലനം നൽകും. കുട്ടികൾ കഥകളും കവിതകളും വായിച്ച് സ്വയം സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി അവതരിപ്പിക്കും. കളികൾ, നൃത്തം, സംഗീത ശില്പങ്ങൾ, റീൽസുകൾ എന്നിവ വായനയ്ക്ക് അഴക് പകരും. കയ്യെഴുത്ത്, ഡിജിറ്റൽ മാസികകൾ, രചനോത്സവങ്ങൾ, പാചകം, ഗാർഹിക ജോലികൾ, ശുചിത്വ ക്യാമ്പയിനുകൾ, വാർത്താ വിശകലനം, പ്രകൃതിയുടെ സന്ദർശനം എന്നീ പരിപാടികളും നടക്കും. കാടങ്കോട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം PBK പനയാൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. വിവിധ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ കൂട്ടക്കനി, ചന്തേര ഗവൺമെന്റ് UP സ്കൂളുകളിൽ മേഖലാതല പരിശീലനങ്ങൾ നടക്കും. വെറും വായനയ്ക്കപ്പുറം കലയിലൂടെയും പ്രവൃത്തിയിലൂടെയും അറിവിനെ ആസ്വദിക്കാനും പങ്കുവെക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു സമഗ്ര സാംസ്കാരിക മുന്നേറ്റമാണ് വായനാ വെളിച്ചം. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. വിഷുവിനെ വരവേൽക്കാൻ പയ്യന്നൂരിൽ കുടുംബശ്രീ വിപണന മേളയ്ക്ക് തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. നഗരസഭാ ഓഫീസ് പരിസരത്ത് ആരംഭിച്ച വിപണന മേള ഏപ്രിൽ 14 വരെ തുടരും. വിഷു വിപണി ലക്ഷ്യമിട്ട്
കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിഷു വിപണന മേളയ്ക്ക് ആവേശകരമായ തുടക്കം. നഗരസഭാ ഓഫീസ് പരിസരത്ത് സജ്ജമാക്കിയ മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. വിഷുകാലത്ത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭയിലെ ജനപ്രതിനിധികളും കുടുംബശ്രീ ഭാരവാഹികളും പങ്കെടുത്തു. ചടങ്ങിൽ N. രാമകൃഷ്ണൻ, TV ഷീബ, സീമ ടീച്ചർ, VP മോഹനൻ, PP ലീല തുടങ്ങിയവർ സംബന്ധിച്ചു. കുടുംബശ്രീ അംഗങ്ങളുടെ അധ്വാനത്തിന് അർഹമായ വില ഉറപ്പാക്കാനും വിഷു വിപണിയിലെ അമിതവില നിയന്ത്രിക്കാനും ഇത്തരം മേളകൾ ഉപകരിക്കും. ജൈവ പച്ചക്കറികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ നാടൻ പലഹാരങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ്. നഗരസഭാ പരിസരത്ത് ആരംഭിച്ച മേളയിലേക്ക് ആദ്യ ദിനം തന്നെ വലിയ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. മേള ഏപ്രിൽ 14 വരെ തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിഷുവിനെ വരവേൽക്കാൻ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുമായി കുടുംബശ്രീ വിപണന മേളകൾ സജീവമായി. വിഷുവിന് കണിയൊരുക്കാനുള്ള മൺകലവും കണിവെള്ളരിയും പുതുവസ്ത്രവും എല്ലാം മേളകളിൽ ലഭ്യമാണ്. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിലുള്ള വിപണന മേള പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കമായി. നാട് തെരഞ്ഞെടുപ്പ് ചൂടിൽ നിന്നും മാറി വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇക്കുറി വിഷുക്കാലം ആഘോഷമാക്കാനുള്ള വിപണന മേളകളുമായി കുടുംബശ്രീ മേളകൾ സജീവമായി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഒരുക്കിയ വിപണന മേളയിൽ വിഷുക്കാലത്ത് ആവശ്യമായതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കണിയൊരുക്കുന്നതിനാവശ്യമായിട്ടുള്ള മൺചട്ടികൾ, കുടുക്കകൾ, കണിവെള്ളരി, ചക്ക, മാങ്ങ, മറ്റ് കാർഷിക വിഭവങ്ങൾ, ഉണ്ണിയപ്പം, മറ്റു പലഹാരങ്ങൾ, വിവിധ തരം അച്ചാറുകൾ, പാലടപ്രഥമൻ തുടങ്ങിയവയെല്ലാം മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഉൽപ്പന്നമായ കൈപ്പാട് അരി കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയിൽ ആവശ്യക്കാർക്ക് ലഭ്യമാണ്. എല്ലാവിധ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണെന്ന് വിപണന മേള സന്ദർശിച്ച ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ CDS ചെയർപേഴ്സണുമായ KN ഗീത പറഞ്ഞു. പഞ്ചായത്തിന്റെ വിഷു വിപണന മേളയാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. 3 ദിവസത്തിലായിട്ടാണ് നമ്മൾ ചന്ത നടത്തിയിട്ടുള്ളത്. 11, 12, 13 തീയതികളിൽ നമ്മുടെ കുടുംബശ്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ സംരംഭകരുടെ സാധനങ്ങളാണ് ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ടുള്ളത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയിൽ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിപണനം ചെയ്യുകയാണ് മേളയുടെ ലക്ഷ്യമെന്ന് കുടുംബശ്രീ ചെയർപേഴ്സൺ K. ഷീബ പറഞ്ഞു. കുടുംബശ്രീ വിഷു ചന്തയാണ് ഇന്നു മുതൽ 3 ദിവസം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ പറയുമ്പോൾ ഏഴോത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ ജൈവ അരി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇന്നിവിടെ നമുക്ക് വിഷുവായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചന്തയിൽ നിന്ന് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കും. മുൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ലത, കുടുംബശ്രീ CDS അംഗങ്ങൾ, ഏഴോം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ വിപണന മേളയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഐശ്വര്യത്തിന്റെ വിഷുക്കാലം എത്തിയപ്പോൾ മനം കവരുന്ന കൃഷ്ണവിഗ്രഹങ്ങളുമായി പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘം. വിപണിയിലെ തിരക്ക് പരിഗണിച്ച് ആകർഷകമായ വിലയിൽ മികച്ച ഗുണനിലവാരമുള്ള വിഗ്രഹങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘം ലക്ഷ്യമിടുന്നത്. മലയാളികൾക്ക് വിഷു എന്നാൽ പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഉത്സവമാണ്. വിഷുക്കണിയും കൊന്നപ്പൂക്കളും മനസ്സിന് കുളിർമയേകുമ്പോൾ ആ കണിക്കാഴ്ചയിലെ കേന്ദ്രബിന്ദു പുഞ്ചിരിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ്. ഇത്തവണത്തെ വിഷുക്കാലത്തെ വരവേൽക്കാൻ അത്യാകർഷകമായ കൃഷ്ണവിഗ്രഹങ്ങളുമായി വിപണിയിൽ സജീവമാകുകയാണ് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘം. കേരളീയ സംസ്കാരത്തിൽ വിഷുക്കണിക്ക് നൽകുന്ന ആത്മീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗ്രാമോദയ സംഘം വിഗ്രഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കാണുന്നവരുടെ ഉള്ളിൽ സമാധാനവും ഭക്തിയും നിറയ്ക്കുന്ന രൂപഭംഗിയാണ് ഈ വിഗ്രഹങ്ങളുടെ പ്രത്യേകത. പേപ്പർ പൾപ്പിലും ഫൈബറിലും നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് പ്രധാന ആകർഷണം. മലയാളികളുടെ വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ വിഗ്രഹം എന്നുള്ളത്. ഓരോ വർഷവും ശ്രീകൃഷ്ണ വിഗ്രഹ കണി കണ്ടാണ് ആ വിഷുക്കണി കാണുന്നതും അതുപോലെ തന്നെ ആ വർഷം ആരംഭിക്കുന്നത് എന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിൻ്റെ വിഷു എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്നത് ഈ വിഷുക്കണിയുടെ ഭാഗമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ഏറ്റവും നല്ല വിൽപ്പന നടക്കുന്നൊരു കാലമാണ് ഈ വിഷുക്കാലം. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഏറ്റവും മേന്മയേറിയ ഏറ്റവും ഗുണനിലവാരമുള്ള വിഗ്രഹങ്ങൾ, ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ എല്ലാ ഷോറൂമുകളിലും. ഫൈബറിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളായതിനാൽ കാലങ്ങളോളം കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗ്രാമോദയ സംഘത്തിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ വിഗ്രഹങ്ങൾ ലഭ്യമാണ്.
വിപണിയിലെ തിരക്ക് പരിഗണിച്ച് ആകർഷകമായ വിലയിൽ മികച്ച ഗുണനിലവാരമുള്ള വിഗ്രഹങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘം ലക്ഷ്യമിടുന്നത്. നന്മയുടെയും പ്രകാശത്തിൻ്റെയും പുതിയൊരു വിഷുക്കാലത്തിനായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഈ വിഗ്രഹങ്ങൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി മാറും. പല വലിപ്പത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ നിങ്ങൾക്കായി പയ്യന്നൂർ ഖാദി ഭവനിൽ ഒരുക്കിയിട്ടുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഓട്ടോറിക്ഷ ട്രിപ്പ് വിളിച്ച് പണം നൽകാതെ ഗൂഗിൾ പേയിൽ മെസ്സേജ് മാത്രം അയച്ച് യുവാവ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ കബളിപ്പിക്കുന്നു. യുവാവിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് പഴയങ്ങാടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. പുതിയങ്ങാടി സ്വദേശിയായ യുവാവാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓട്ടോറിക്ഷ ട്രിപ്പ് വിളിച്ച് നാട്ടിലെത്തിയ ശേഷം ഗൂഗിൾ പേയിൽ പണം നൽകാതെ മെസ്സേജ് മാത്രം അയച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളെ കബളിപ്പിക്കുന്നത്. നിരവധി തവണ പഴയങ്ങാടിയിൽ നിന്ന് പുതിയങ്ങാടി ഭാഗത്തേക്ക് ട്രിപ്പ് വിളിച്ചതിനു ശേഷം ഇത്തരത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ പണം നൽകാതെ കബളിപ്പിച്ചിരുന്നു. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ലാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചിലപ്പോൾ അവരുടെ മക്കളുടെയോ സുഹൃത്തുക്കളുടെയോ നമ്പറാണ് ഗൂഗിൾ പേ അയക്കാൻ നൽകുന്നത്. ഇത് മുതലെടുത്താണ് യുവാവ് പണം നൽകാതെ മെസ്സേജ് മാത്രം അയച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളെ കബളിപ്പിക്കുന്നത്. കുറച്ചു കാലമായി പഴയങ്ങാടിയും അതുപോലെ പരിസര പ്രദേശങ്ങളിൽ പുതിയങ്ങാടി ഭാഗത്തേക്ക് ഒരു പുതിയങ്ങാടി സ്വദേശി വാഹനം ഓട്ടോ പിടിച്ചു കൊണ്ടുപോയി അവിടുന്ന് ഗൂഗിൾ പേ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയിൽ നിന്നും പൈസ അയക്കുന്നതിന് പകരം ഒരു ഹായിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് അവർ അവിടുന്ന് മുങ്ങുന്ന പതിവാണ്. ഒരു തവണ നമ്മൾ 2 ആഴ്ചത്തോളം അന്വേഷിച്ചിട്ട് ആളെ തിരിഞ്ഞ് അവരോട് പൈസ വാങ്ങി അവിടുന്ന് ആൾ വാണിംഗ് കൊടുത്തത് ഒഴിവാക്കിയാണ്. തുടർ സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച രാവിലെ 4 മണിക്കാണ് 7 ലോഡില്ല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പുതിയങ്ങാടിയിലേക്ക് ഓട്ടോ പിടിച്ചു കൊണ്ടുവന്ന് അവിടുന്ന് ഇതേപോലെ തന്നെ ഗൂഗിൾ പേയിൽ ഹായ് അയച്ചിട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 7 ലോഡ് നിന്ന് പുലർച്ചെ 4 മണിക്ക് ട്രിപ്പ് വിളിച്ച് പുതിയങ്ങാടിയിലെത്തിയ യുവാവ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് മെസ്സേജ് മാത്രം അയച്ച് കടന്നു കളഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പരാതിയുമായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തിയത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. യുവാവിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവം ഏപ്രിൽ 14 മുതൽ 21 വരെ നടക്കും. പൂരപ്രമാണിമാർ പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ വാദ്യഘോഷവും ആനപ്പുറത്ത് എഴുന്നള്ളത്തും ആചാര വെടിക്കെട്ടും ഉത്സവത്തിന് മാറ്റുകൂട്ടും. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കുത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടത്തപ്പെടുന്നത്. വട്ടപ്പന്തൽ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഒരുക്കിയത്. 100-ലധികം തേക്കിൻ കാലുകളും ഓല, മുള, വാരി തുടങ്ങിയവ കൊണ്ട് നിർമ്മിച്ച വട്ടപ്പന്തൽ ഏവർക്കും ഏറെ കൗതുകവും ആശ്ചര്യവുമാണ്. വട്ടപ്പന്തലിൽ വച്ചാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നത്. ഏപ്രിൽ 13 വൈകിട്ട് തിരുവത്താഴത്തിന് അരി അളക്കുന്നതോടുകൂടിയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 14 വൈകുന്നേരം 7 മണിക്ക് ഉത്സവം പുറത്തെഴുന്നള്ളത്ത് നടക്കും. രാത്രി 8 മണിയോടെ ഉത്സവം എഴുന്നള്ളിപ്പ് മടത്തിലരയാലിലേക്ക് പുറപ്പെടും. തുടർന്ന് തിടമ്പ് നൃത്തം അരങ്ങേറും. ഏപ്രിൽ 15 വിഷുക്കണി 5:30 മുതൽ ഭജനാമൃതം. ഏപ്രിൽ 16 ഉത്സവം പുറത്തെഴുന്നള്ളിപ്പിന് ശേഷം ചെറുകുന്ന് ദേശവാസികളുടെ വക വർണ്ണശബളമായ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടക്കും. 17 കണ്ണപുരം ദേശവാസികളുടെ വക വർണ്ണശബളമായ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും. 18 വൈകുന്നേരം 6:30 ഉത്സവം പുറത്തെഴുന്നള്ളത്ത്. തുടർന്ന് രാത്രി 8 മണിക്ക് ഇരിണാവ് ദേശവാസികളുടെ വക വർണ്ണശബളമായ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടക്കും. ഉത്സവം എഴുന്നള്ളിപ്പ് താവത്തേക്ക് പോയതിനു ശേഷം പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന ഗാനമേള അരങ്ങേറും. 19 ഞായറാഴ്ച ഉത്സവം എഴുന്നള്ളിപ്പ്. 20 രാവിലെ അക്ഷരശ്ലോക സദസ്സ് നടക്കും. വൈകിട്ട് ഉത്സവം പുറത്തെഴുന്നള്ളത്തിന് ശേഷം പറശ്ശിനി മടപ്പുര വക വർണ്ണശബളമായ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടക്കും. ഉത്സവം എഴുന്നള്ളിപ്പ് പാപ്പിനിശ്ശേരിയിലേക്ക് പോയതിനു ശേഷം സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ ബിജു നാരായണൻ, സ്റ്റാർ സിംഗർ ഫെയിം ശ്രീലക്ഷ്മി എന്നിവർ നയിക്കുന്ന ഗാനമേള അരങ്ങേറും. 21 പുലർച്ചെ 6 മണിക്ക് വെടിക്കോട്ടയിൽ എഴുന്നള്ളിപ്പും ആചാര വെടിക്കെട്ടും നടക്കും. പുലർച്ചെ 6:30 അകത്തെഴുന്നള്ളത്ത്. രാത്രി കളത്തിലരിയും പാട്ടോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനമാകും. ഇത് ചെറുകുന്ന് ദേശവാസികളുടെ മാത്രം ഉത്സവമല്ല. ചെറുകുന്ന് ദേശവാസികൾ, കണ്ണപുരം ദേശവാസികൾ, ഇരിണാവ് ദേശവാസികൾ, അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആബാലവൃദ്ധം ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണ് നമ്മുടെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവം. വിഷുവിളക്ക് ഉത്സവം ഈ വർഷം വരുന്നത് സംക്രമം ഏപ്രിൽ 14 മുതൽ 20 വരെയാണ്. 7 ദിവസത്തെ ഉത്സവമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്ന് സംഗീത പരിശീലനം പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ. പ്രശസ്ത സംഗീത അധ്യാപിക കെ ശ്രീകലയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. എട്ട് വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി സംഗീത പരിശീലനം നൽകി വരുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ പരിശീലനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നു. ശാസ്ത്രീയ സംഗീതത്തിൽ പ്രാഥമികം കോഴ്സ് പൂർത്തിയാക്കിയ 4ാമത് ബാച്ചിന്റെ അരങ്ങേറ്റമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്രകലാ അക്കാദമിയിൽ മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ, ചുവർചിത്രം, ചെണ്ട തുടങ്ങി വിവിധ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പരിശീലനം നൽകി വരുന്നു. സ്കൂൾ അവധി ദിനങ്ങളിലാണ് കുട്ടികൾക്ക് ഇതിനായുള്ള പരിശീലനം നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ക്ഷേത്രകലാ അക്കാദമിയിലെ വിവിധ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിൽ മികച്ച രീതിയിലുള്ള പരിശീലനം നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സംഗീത അധ്യാപിക കെ ശ്രീകല പറഞ്ഞു. നമസ്തേ. ഇപ്പോൾ ക്ഷേത്രകലാ അക്കാദമിയിൽ ശാസ്ത്രീയ സംഗീതം 4ാം ബാച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അരങ്ങേറ്റമാണ് മണ്ടൂർ ശങ്കരവിലാസം സ്കൂളിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 12-ാം തീയതിയാണ് അതിൻ്റെ അരങ്ങേറ്റം നടക്കാൻ പോകുന്നത്. കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലാണ്, അവധി ദിനങ്ങളിലാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുവാനുള്ള സൗകര്യം ചെയ്തു തന്നിരിക്കുന്നത്. അതിന് ക്ഷേത്രകലാ അക്കാദമിയുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിലുണ്ട്. തങ്ങളുടെ കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം ലഭിച്ചതിൽ രക്ഷിതാക്കളും ഏറെ സന്തോഷത്തിലാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാലം മാറുമ്പോൾ മലയാളിയുടെ വീട് എന്ന സങ്കല്പത്തിനും മെല്ലെ മെല്ലെ മാറ്റം വരികയാണ്. ഇരുനില മാളികകൾക്കു പകരം ഇപ്പോൾ ഒറ്റ നിലയുള്ള വീട് എന്നതിലേക്ക് എത്തുകയാണ് നാം. ഓലയും പുല്ലും കൊണ്ട് മേഞ്ഞ വീട്ടിൽ നിന്നും ഓടിട്ട വീട്ടിലേക്കും അവിടെ നിന്ന് കോൺക്രീറ്റ് വീടുകളിലേക്കും ഇരുനില മാളികകളിലേക്കും മലയാളിയുടെ വീട് എന്ന സങ്കല്പം പടർന്നു കയറിയത് അത്ര വേഗത്തിലൊന്നുമായിരുന്നില്ല. ഇരുനില വീടുകൾ മലയാളിയുടെ അഭിമാനത്തിൻ്റെ അടയാളമായി മാറ്റപ്പെട്ടു. മാളികകൾ പലരും പണിതിട്ടുവെങ്കിലും അതിൽ പാർക്കാൻ ആളില്ലാത്ത അവസ്ഥയും വൈകാതെ വന്നു ചേർന്നു. ആൾക്കാരുള്ള കുടുംബങ്ങളിലാകട്ടെ ഓരോരുത്തരും ഓരോ മുറിയിൽ അടക്കം ചെയ്യപ്പെട്ടു. ഇതോടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണു എന്ന് കരുതുന്നവരും കുറവല്ല. മൊബൈലിൻ്റെ കടന്നുവരവോടെ അത് പൂർണ്ണതയിലെത്തി. ഇതിനൊരു പരിഹാരമായിട്ട് കൂടിയായിരിക്കണം ഇപ്പോൾ ഒറ്റനില വീടുകളിലേക്കുള്ള മലയാളിയുടെ മടക്കത്തെ കാണാൻ. ഒറ്റനില വീടാകുമ്പോൾ മുറി എത്രയുണ്ടെങ്കിലും എല്ലാവരും കൺവെട്ടത്തു തന്നെയുണ്ടാകും. മക്കളെ ശ്രദ്ധിക്കാനാകും, അല്ലെങ്കിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കാനാകും. ബന്ധങ്ങളുടെ മൃദുലതയെ തിരിച്ചു പിടിക്കുക എന്നത് തന്നെ മനുഷ്യനാകുക എന്നാണർത്ഥം. വീടുകളുടെ നിർമ്മാണത്തിലെ ആഡംബരത്തിനും ആർഭാടത്തിനും മറ്റും കുറവില്ലെങ്കിലും പുതിയ മാറ്റം നല്ലതിനാകുമെന്ന് പ്രത്യാശിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അധ്യാപന രംഗത്ത് പതിറ്റാണ്ടുകൾ സേവനം ചെയ്ത് വിരമിക്കുന്ന ചെറുവത്തൂർ ഉപജില്ലയിലെ അധ്യാപകർക്ക് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ 13 അധ്യാപകർക്കാണ് KPSTA ചെറുവത്തൂർ ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ യാത്രയയപ്പ് ഒരുക്കിയത്. KMK ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് M. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ K. സുഗതൻ, T. മധുസൂദനൻ, ജില്ലാ പ്രസിഡന്റ് KK സജിത്, മുൻ സംസ്ഥാന ഭാരവാഹികളായ GK ഗിരിജ, V. ചന്ദ്രമതി, KPSTA ഉപജില്ലാ സെക്രട്ടറി CP പ്രീത, M. ജിഷ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാത്തിൽ സ്വാമിമുക്ക് ഓണക്കുന്ന് നടക്കാവ് വഴി ബസ് സർവീസ് വേണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. സ്വാമിമുക്കിൽ നിന്ന് മാത്തിലേക്ക് കാങ്കോൽ വഴി വേണം എത്തിച്ചേരാൻ. മാത്തിൽ സ്വാമിമുക്ക് ഓണക്കുന്ന് നടക്കാവ് റോഡിൽ ബസ് സർവീസ് വേണമെന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. വീതിയുള്ളതും മനോഹരവുമായ ഒരു റോഡാണിത്. എന്നാൽ നാളിതുവരെ ഇതുവഴിയൊരു ബസ് ഓടിയിട്ടില്ല എന്ന് മാത്രം. കാങ്കോൽ, ആലപ്പടമ്പ, കരിവള്ളൂർ, പിരളം പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. മാത്തിൽ, അയ്യോളം, പുല്ലാമണി, കാനിഞ്ചേരി, കോട്ടം, സ്വാമിമുക്ക്,
കൊഴുമ്പൻ പ്രദേശങ്ങളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. മാത്തിൽ സ്കൂൾ, വിഷ്ണു ശർമ്മ LP സ്കൂൾ, ആലപ്പടമ്പ് റേഷൻ കട എന്നിവിടങ്ങളിലേക്ക് ഈ റോഡ് വഴിയാണ് വരേണ്ടത്. സ്വാമിമുക്ക് മുതൽ ഈ വഴിയുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ എന്നിവിടങ്ങളിലെല്ലാം എത്താൻ ഇപ്പോൾ കാങ്കോൽ വഴി ചുറ്റിയാണ് എത്തേണ്ടത്. മാത്തിൽ, ആലപ്പടമ്പ, സ്വാമിമുക്ക്, ഓണക്കുന്ന്, നടക്കാവ്, പടന്ന, ചെറുവത്തൂർ വഴി ബസ് റൂട്ട് അനുവദിച്ചാൽ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബസ് റൂട്ടാകും അത്. പണ്ട് റോഡിലെ കയറ്റമായിരുന്നു പ്രധാന പ്രശ്നം. കയറ്റം കുറച്ച് വീതി കൂട്ടി റോഡ് നവീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബസ് സർവീസ് തുടങ്ങാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. മഴ കുറഞ്ഞതോടെ തോടുകളിലെയും കിണറുകളിലെയും ജലനിരപ്പ് കുത്തനെ കുറഞ്ഞു. മിക്കയിടത്തും വറ്റിവരണ്ട സ്ഥിതിയാണുള്ളത്. കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പലരും. മഴ കുറഞ്ഞതോടെ തോടുകളിലെയും കിണറുകളിലെയും ജലനിരപ്പ് കുത്തനെ കുറഞ്ഞു. മിക്കയിടങ്ങളിലും വറ്റിവരണ്ട സ്ഥിതിയാണുള്ളത്. കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പലരും. കാലവർഷം നീണ്ടുനിന്നതും മഴയുടെ അളവ് കൂടിയതും ഇപ്രാവശ്യം ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പലരും കരുതിയിരുന്നു. ഈ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നത്. തോടുകളും കിണറുകളും പെട്ടെന്ന് വറ്റാൻ തുടങ്ങിയതാണ് ആശങ്കയ്ക്കിടയാക്കിയിരിക്കുന്നത്. അമിത ജലപ്രവാഹത്തെ വലിച്ചെടുക്കാൻ ഭൂമിക്ക് കഴിയാത്തതാണ് ജലനിരപ്പ് കുറയാൻ കാരണമായി പറയപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. PP ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ഏപ്രിൽ 12-ന് ട്രസ്റ്റ് ഓഫീസായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന അന്തരിച്ച PP ഭാസ്കരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം രൂപീകരിച്ച PP ഭാസ്കരൻ മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു. മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനമായ ഏപ്രിൽ 12 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് ട്രസ്റ്റ് ഓഫീസായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. തന്റെ സേവന വഴികൾ മരണശേഷവും സമൂഹത്തിന് ഉപകാരപ്പെടണമെന്ന ലക്ഷ്യത്തോടെ മാസ്റ്റർ തന്നെ രൂപകൽപ്പന ചെയ്ത ഈ സംരംഭം അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം കുടുംബാംഗങ്ങൾ വിപുലീകരിച്ചാണ് യാഥാർത്ഥ്യമാക്കിയത്. വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രബിന്ദുവാക്കിയാണ് ട്രസ്റ്റ് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഭാസ്കരൻ മാസ്റ്ററുടെ കർമ്മനൈപുണ്യവും സേവന താൽപര്യവും വരും തലമുറകളിലേക്ക് പകർന്നു നൽകാനുള്ള ഈ സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാരും സുഹൃത്തുക്കളും പങ്കെടുക്കണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. T. സരോജിനി ടീച്ചർ, KP പ്രഭാകരൻ, T. കാഞ്ചന, T. അജയകുമാർ, Dr. T. വനജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാട്ടൂൽ നോർത്ത് കക്കാടൻചാൽ ശ്രീ ആര്യക്കര ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. മാട്ടൂൽ നോർത്ത് കക്കാടൻചാൽ ശ്രീ ആര്യക്കര ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചീമേനി ശ്രീ കരിയാപ്പിൽ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനം ഏപ്രിൽ 13 തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ കാളകാട്ടിലം സന്ദീപ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടക്കും. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.